ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയ കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അവരെല്ലാവരും തന്നെ പിടിച്ചിരിക്കുന്ന ഒരു ഹാൻഡ് ജെസ്റ്റർ അല്ലെങ്കിൽ ഒരു കൈയുടെ വിരലുകളുടെ ഒരു പ്രത്യേക ഘടനയിലാണ് അവരെല്ലാം തന്നെ വെക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ മുദ്രയാണ്. ഈ മുദ്ര ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ മുദ്രയുടെ വീഡിയോ സീരീസിൽ മുൻപ് കുബേര മുദ്രയെക്കുറിച്ച് ചെയ്തിരുന്നു. അതിലൂടെ തന്നെ നിരവധി പേരുടെ ലൈഫിലാണ് മാറ്റം ഉണ്ടായത്. സാമ്പത്തികമായി ചെറുതും വലുതുമായ സക്സസ് എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇന്നിവിടെ പറയാൻ പോകുന്ന മുദ്ര എന്ന് പറയുന്നത് ഉത്തർ ബോധി മുദ്ര എന്നുള്ളതാണ്. ഇത് തന്നെ ഈ ഒരു മുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു യൂണിവേഴ്സ് എനർജിയെ കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്യും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമാധാനം നൽകുന്ന ഒരു മുദ്രയാണ്. നിങ്ങൾക്ക് ഈ മുദ്രയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ഈ ഒരു മുദ്ര എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പറയുന്നതിന് മുമ്പായി എന്താണ് മുദ്ര ചികിത്സ അല്ലെങ്കിൽ മുദ്രയെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാമെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം, അതായത് നമ്മുടെ 5 വിരലുകൾ പഞ്ചഭൂതങ്ങളെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അഗ്നി, നമ്മുടെ അപ്പം വിരൽ അഗ്നി, ചൂണ്ടുവിരൽ വായു, നടുവിരൽ ആകാശതത്വം, നമ്മുടെ മോതിരവിരൽ ഭൂമിതത്വം, ചെറുവിരൽ ജലതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ പിടിക്കുന്നതനുസരിച്ച്, അതായത് ഓരോ രീതിയിൽ പിടിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ കുറഞ്ഞും കൂടിയിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള പല ദൈവങ്ങളും അല്ലെങ്കിൽ പല എൻലൈറ്റഡ് മാസ്റ്റേഴ്സും ധ്യാനിക്കുന്ന സമയത്ത് പല മുദ്രകളിലാണ്. ചില വ്യക്തികൾ ജ്ഞാനമുദ്രയിലാണ്, ചില വ്യക്തികൾ ഇതേപോലുള്ള മുദ്രയിലാണ്. അങ്ങനെ പല മുദ്രകളും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നിവിടെ പറയാൻ പോകുന്ന ഉത്തർ ബോധി മുദ്ര ഉപയോഗിച്ച് നമുക്ക് ഏതൊരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി തന്നെ എങ്ങനെ ഉത്തർ ബോധി മുദ്ര പിടിക്കാന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ കൈവിരലുകൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ കോർക്കുക. എന്നിട്ട് ഈ 2 വിരലുകൾ, അതായത് ഈ ചൂണ്ടുവിരലും നമ്മുടെ തള്ളവിരലും ഈ ഒരു ലെവലിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഭി, അതായത് ഇത് വയറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് നിങ്ങൾ മെഡിറ്റേറ്റീവ് തലത്തിലേക്ക് വെക്കണം. അതായത് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ഈ ഒരു മുദ്രയിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായാലും അത് കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷനും അതോടൊപ്പം തന്നെ ഫീലിങ്ങും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ മുദ്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതി എല്ലാം തന്നെ വളരെ സ്ലോ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എളുപ്പമാകുന്നതാണ്. കാരണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുദ്ര ചികിത്സ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തിൽ നിരവധി അറിവുകളുണ്ട്. അതായത് പ്രഷർ, അതോടൊപ്പം തന്നെ ഷുഗർ, അതേപോലുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന കാര്യമെല്ലാം തന്നെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഉത്തർ ബോധി മുദ്ര എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഗുണങ്ങളെന്ന് പറയുന്നത്. അതായത് ശ്വസന സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, ഹൃദയത്തെ ആരോഗ്യപരമായി നിലനിർത്തുന്നു, നാഡീ ഞരമ്പുകളെ ശാക്തീകരിക്കുന്നു, ജീവശക്തിയെ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ചക്രണം സുഗമമാവുകയും ചെയ്യുന്നു, ചംക്രമണം പൂർണ്ണമാവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ ധ്യാനപാതയിൽ നമ്മുടെ യാത്ര സുഖകരമാകുന്നു, നല്ല മനഃശാന്തി നൽകുന്നതിനോടൊപ്പം നമ്മുടെ കാര്യഗ്രഹണ ശേഷിയും മുൻകൂട്ടി അറിയാനുള്ള കഴിവും വർദ്ധിക്കുന്നു. അതായത് ഈ ഒരു ഉത്തർ ബോധി മുദ്ര പിടിക്കുകയാണെങ്കിൽ നമ്മളെ ഇൻഡ്യൂഷൻ വരെ വർദ്ധിക്കുന്നുള്ള കാര്യമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള അതായത് പല മുദ്രകളും ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് നമ്മുടെ ഇത്തരം മുദ്ര ചികിത്സ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു മുദ്ര എൻ്റെ കയ്യിൽ എവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, ആരെങ്കിലും രോഗം പറയുന്ന സമയത്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും അതോടൊപ്പം തന്നെ മുദ്ര ചികിത്സയെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഉത്തർ ബോധി മുദ്ര പിടിച്ചിട്ട് നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ, നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുദ്ര ബുക്ക് ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ അതിൻ്റെ ലിങ്ക് രേഖപ്പെടുത്തുന്നതായിരിക്കും. കാരണം പലപ്പോഴും എനിക്ക് ഈ കുറച്ച് പുസ്തകം മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ സെയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ നൽകാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.